അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അർദ്ധവാർഷിക പരീക്ഷ 2025-26 അധ്യയന വർഷത്തിൽ 3, 4 എന്നിവയിൽ നമുക്ക് പ്രാക്ടിക്കൽ പരീക്ഷയുണ്ട്. 3-ാം ക്ലാസ്സിൽ വുളു ആണ് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ 4-ാം ക്ലാസ്സിൽ 2 റക്അത്ത് നിസ്കാരമാണ്. അപ്പോൾ നമ്മൾ അങ്ങനെ നിസ്കരിച്ച് ഉസ്താദിന് കാണിച്ചു കൊടുക്കുക. ഉസ്താദ് എന്ത് ചെയ്യും? ഉസ്താദിൻ്റെ അടുത്ത് ഈ പേപ്പർ ഉണ്ടാകും. ഓരോരുത്തരും നിങ്ങൾ എഴുതി കൊടുക്കണം, പേര് എഴുതി കൊടുക്കും. ആദ്യം നിങ്ങളുടെ കയ്യിലൊക്കെ എന്ത് ചെയ്യും? നിങ്ങളുടെ കയ്യിൽ ഈ പേപ്പർ തന്നിട്ട് നിങ്ങളുടെ പേര് ഇവിടെ എഴുതാൻ പറയും. എഴുതിയ ശേഷം എല്ലാവരും ആ പേപ്പർ എന്ത് ചെയ്യും? ഉസ്താദ് വാങ്ങും. എന്നിട്ട് ഓരോരുത്തരായി എന്ത് ചെയ്യും? വുളു ചെയ്യും. വുളു അല്ല, 2 റക്അത്ത് നിസ്കരിക്കും. ആ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങൾ എന്തൊക്കെ ചെയ്യുമ്പോൾ റുക്കുവും സുജൂദും ശരിയായിട്ടുണ്ടോ, അങ്ങനെ എല്ലാം ചെക്ക് ചെയ്യും. അപ്പോൾ നിങ്ങൾ ഓതുന്നതും നിയ്യത്തൊക്കെ ഉറക്കിയായിരിക്കും ചെല്ലുന്നുണ്ടാവും കേട്ടോ. അത് ഉസ്താദിന് കേൾക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ 2 റക്അത്ത് നിസ്കരിക്കുമ്പോൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്, എന്തിനൊക്കെയാണ് മാർക്ക് ലഭിക്കുക, എങ്ങനെയാണ് മാർക്ക് ലഭിക്കുക എന്നൊക്കെ കൃത്യമായിട്ട് ഇതിൽ പറയും. അപ്പോൾ നമുക്ക് 2 റക്അത്ത് നിസ്കാരത്തിൻ്റെ പ്രാക്ടിക്കൽ പരീക്ഷയുടെ രൂപം എങ്ങനെയാണെന്ന് നോക്കി മനസ്സിലാക്കാം. നമുക്കിവിടെ പ്രവർത്തനം അതായത് നിസ്കാരം 2 റക്അത്ത് സുന്നത്ത്. 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുമ്പോൾ അതിൽ എന്തൊക്കെ പ്രവർത്തനം എന്ന് വരുന്നുണ്ട് നമുക്ക് നോക്കാം. അതിനെ നമുക്ക് നോക്കാം. അവിടെ 1 നിയ്യത്തിൻ്റെ പൂർണ്ണ രൂപം വരുന്നുണ്ട്. തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലുക. അതുപോലെ തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 2 കൈയും വെക്കൽ. ഇങ്ങനെ റുക്കൂ സുജൂദ്, അങ്ങനെ തുറന്നു വരുന്ന ഓരോ കാര്യങ്ങളും ഫറളുകളുണ്ട്, മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്, സുന്നത്തുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഓരോന്നും വ്യത്യാസം ഉണ്ടാവും. സുന്നത്തിന് ഫർദിനൊക്കെ പ്രത്യേകം മാർക്ക് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ മാർക്കാണ് ലഭിക്കുന്ന മാർക്ക് 2 മാർക്കാണ്. പ്രവർത്തനങ്ങളുടെ എണ്ണം ഇപ്പോൾ സുജൂദ് 2 ആണെങ്കിൽ ഇവിടെ 2 ആയിരിക്കും. നിയ്യത്ത് 1 ആയതുകൊണ്ട് ഇവിടെ 1 കൊടുക്കും. ഇനി ആകെ മാർക്ക് 2. ഇവിടെ ലഭിച്ച മാർക്കും ഇവിടെ 1 ആണെന്നുണ്ടെങ്കിൽ 1, 2 ആണെന്നുണ്ടെങ്കിൽ 2 കൊടുക്കുക. അപ്പോൾ അത് കുട്ടിയുടെ നിയ്യത്ത് അനുസരിച്ച് നിൽക്കും. അപ്പോൾ ഒന്നാമത്തത് ഇവിടെ നിയ്യത്തിൻ്റെ പൂർണ്ണമായ രൂപം പറയലാണ്. അപ്പോൾ നമ്മൾ നിയ്യത്ത് ചെയ്യുമ്പോൾ 2 റക്അത്ത് നിസ്കരിക്കല്ലേ, ഉസല്ലി സുന്നത്ത റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല മഅല്ലാഹി തആല, അത്ര മതി. ഇങ്ങനെ പറഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് 2 മാർക്ക് ഇവിടെ ലഭിക്കും. ഇനി നിങ്ങൾ ഈ പൂർണ്ണമായ രീതിയിൽ ചെയ്തിട്ടില്ലെങ്കിൽ ഉസല്ലി സുന്നത്ത റക്അത്തൈനി എന്ന് മാത്രമാണെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് 1 മാർക്കായി ലഭിക്കും. മാർക്ക് കുറയാനുള്ള കാരണം എന്താ? അത് പൂർണ്ണമായ നിയ്യത്തായിട്ടില്ല. നമ്മൾ പൂർണ്ണമായ നിയ്യത്ത് എങ്ങനെ വേണം? ഉസല്ലി സുന്നത്ത റക്അത്തൈനി മുത്തവജ്ജിഹൻ ഇലൽ ഖിബ്ലത്തി അദാഅ ലില്ലാഹി തആല എന്ന് പൂർണ്ണമായിട്ട് നിയ്യത്ത് ചെയ്യാം. എന്നാലാണ് ആ 2 മാർക്ക് ലഭിക്കുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കാം. അതാണ് പൂർണ്ണമായ നിയ്യത്ത്. 2 തക്ബീറത്തുൽ ഇഹ്റാം ചൊല്ലൽ. പലപ്പോഴും നമ്മൾ വിചാരിച്ചത് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറഞ്ഞാൽ ആ കൈകൾ ഉയർത്തലിനാണെന്നാ. അല്ല, മറിച്ച് അല്ലാഹു അക്ബർ എന്ന് പറയില്ലേ, അതിനാണ് തക്ബീറത്തുൽ ഇഹ്റാം എന്ന് പറയും. അപ്പോൾ അത് ചൊല്ലിയാൽ 1 മാർക്ക് ലഭിക്കും. ഒറ്റ പ്രവർത്തനമാണല്ലോ ഉള്ളത്, ഒരു പ്രവർത്തനം ആകെ ഉള്ളത്. അപ്പോൾ അവിടെ 1 മാർക്കാണ് ലഭിക്കുക. ഇനി 3 തക്ബീറത്തുൽ ഇഹ്റാമിന് ശേഷം 2 കൈയും വെക്കൽ. നമ്മൾ കൈ ഉയർത്തിയിട്ട് താഴ്ത്തി വെക്കൂലേ, എന്നിട്ട് എന്ത് ചെയ്യും? ആ 2ഉം പിടിക്കും. അതായത് ഇടത്തെ കൈയിൻ്റെ മണിബന്ധത്തിലാണ് വലത്തെ കൈയിൻ്റെ വിരലുകൾ എന്ത് ചെയ്യേണ്ടത്? പിടിക്കേണ്ടത്. ആ രൂപത്തിലാണ്. അങ്ങനെ ആ കൃത്യമായ രൂപത്തിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യും? ഇവിടെ 3 മാർക്ക് ലഭിക്കും. മറിച്ച് നിങ്ങൾ കൈകൾ താഴ്ത്തിയിട്ട് ഈ പറഞ്ഞ മണിബന്ധത്തിലൊന്നും പിടിച്ചിട്ടില്ല, അതായത് ഇടത്തെ കൈയിൻ്റെ ആ 2 മുഴ വരുന്ന ഭാഗമാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ, അവിടെ പിടിക്കണം. അത് പിടിച്ചിട്ടില്ലെങ്കിലോ അതിന് മാർക്ക് കുറയും കേട്ടോ, ചിലപ്പോൾ 1, 2 ഒക്കെ ആവും. പിന്നെ അടുത്തത് വരുന്നത് 4ാമത്തെ പ്രവർത്തനമാണ് റുക്കൂഅ്. ഈ റുക്കൂഅ് 2 എണ്ണം വരുന്നുണ്ട്. അതായത് 1ാമത്തെ റുക്കും 2ാമത്തെ റുക്കൂഅ് അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ അവിടെ 1ാമത്തെ പ്രവർത്തനത്തിൽ എത്രയും നോക്കും, 2ാമത്തെ പ്രവർത്തനത്തിലും നോക്കും. അപ്പോൾ അവിടെ 2 പ്രവർത്തനം ഉണ്ടായതുകൊണ്ട്
മൊത്തം നിങ്ങൾക്ക് ലഭിക്കുന്നത് 4 മാർക്കാണ്. 4 മാർക്ക്. ഓക്കെ, അപ്പോൾ 2 പ്രവർത്തനത്തിന് മൊത്തം 4, 1 റുക്കോ 2 റുക്കോ മൊത്തം 4 കേട്ടോ. ഇനി 5 എഴുത്തിദാലും 2 എണ്ണം വരുന്നുണ്ട്. ഒന്നാമത്തെ റക്അത്തിലും 2 എണ്ണം വരുന്നുണ്ട്, 1 വരുന്നുണ്ട്. രണ്ടാമത്തെ റക്അത്തിലും 1 വരുന്നുണ്ട്. അങ്ങനെ 2 എണ്ണമായി. അപ്പോൾ 1ൻ്റെ 2 മാർക്കാണ്. അപ്പോൾ 2 എണ്ണത്തിനാകുമ്പോൾ 4 ആയി. കണ്ടോ, 4 മാർക്ക് ലഭിക്കും. എഴുത്തിദാൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തൊക്കെയാണ്? 2 കൈകളും ചുമലിന് നേരെ ആയിരിക്കണം. കൈകൾ കുറച്ച് അകലമുണ്ടായിരിക്കണം, വിരലുകളുടെ അകലമുണ്ടായിരിക്കണം, കൂട്ടിപ്പിടിക്കരുത്. അതേപോലെ കൈകൾ ഖിബ്ലയുടെ നേരെ എന്ത് ചെയ്യണം? കൈയിൻ്റെ പള്ള വരുന്ന രീതിയിലായിരിക്കണം ഉയർത്തേണ്ടത്. ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ട്. അത് 5ാം ക്ലാസ്സിന് വേണ്ടിയിട്ടായിരുന്നു. അന്ന് പ്രാക്ടിക്കൽ പരീക്ഷ എന്തോ ആവശ്യത്തിന് വേണ്ടി ചെയ്തതാണ്. വളരെയധികം ഉപകരിക്കും. ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ. അല്ലെങ്കിൽ പ്ലേലിസ്റ്റ് പോയി നോക്കിയാലും കിട്ടും. ഇനി 6 സുജൂദ്, 7 അവയവം വെക്കൽ. സുജൂദിൽ നമ്മൾ 7 അവയവം വെക്കണം. അതിലൊരവയവം സുന്നത്താണ്, മൂക്ക്. ബാക്കിയുള്ള 7 അവയവം, അതായത് നെറ്റി, 2 ഉള്ളങ്കൈ അതിൻ്റെ പള്ള, അതേപോലെ 2 കാൽമുട്ടിൻ്റെ പള്ള, അതേപോലെ 2 കാൽ വിരലുകളുടെ പള്ള, അങ്ങനെ മൊത്തം എത്രയായി? 7 എണ്ണമായി. ഈ 7ഉം ഒരുപോലെ എന്ത് ചെയ്യണം? സുജൂദിൽ വെക്കണം. സുജൂദ് 4 എണ്ണം ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ 4, 4, 8, 8 16, മൊത്തം 16 മാർക്ക് ലഭിക്കും. 2 റക്അത്തിൽ മൊത്തം 4 സുജൂദ് വരുന്നുണ്ട് കേട്ടോ. അങ്ങനെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ നേരം പോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ രൂപത്തിൽ എന്ത് ചെയ്യും? 16 മാർക്ക് ലഭിക്കും. അതിനെന്താ ചെയ്യേണ്ടത്? നിങ്ങൾ ഈ പറഞ്ഞ കാൽവിരലുകളുടെ പള്ളയാണെങ്കിലൊക്കെ നിലത്ത് വച്ചിരിക്കണം. സുജൂദ് ചെയ്യുന്ന സമയത്ത് ചില ആളുകളൊക്കെ വിരലുകളൊക്കെ കാണാം കാലിനെ പൊങ്ങിയിട്ടേക്കാരം, JCBൻ്റെ മാതിരി ബാക്കിൽ ഇങ്ങനെ പൊങ്ങിയിട്ടേക്കാരം. അങ്ങനെ ചെയ്യരുത് ഒരിക്കലും. ആ വിരലുകൾ പൊങ്ങി നിൽക്കരുത്, മറിച്ച് അവിടെ എന്ത് ചെയ്യണം? വെച്ചിരിക്കണം. ഇനി 7 ഇടയിലെ ഇരുത്തം. ഈ ഇടയിലെ ഇരുത്തം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? 2 സുജൂദിൻ്റെ ഇടയിലെ ഇരുത്താണ്. അപ്പോൾ അവിടെ ചെയ്യേണ്ടത് 2 സുജൂദ് ചെയ്യുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഇഫ്തിറാഷിൻ്റെ ഇരുത്തമാണ് ഇരിക്കേണ്ടത്. അതായത് ഇടത്തെ കാലിൻ്റെ മുകളിൽ എന്ത് ചെയ്യണം? ഇരിക്കുന്ന രീതിയിൽ. അപ്പോൾ അതിന് 4 മാർക്ക് ലഭിക്കും. ഇടയിലെ ഇരുത്തം ഇതുപോലെ 2 തവണ വരുന്നുണ്ട്. അതായത് ഒന്നാമത്തെ റക്അത്തിൽ 1, രണ്ടാമത്തെ റക്അത്തിൽ 1, അങ്ങനെ 2 എണ്ണം വരുന്നുണ്ട്. 2 എണ്ണമാണ്. അതുപോലെ ഒരു തുമഇനീനത്തിന്, അതായത് ഇടയിലെ ഇരുത്തത്തിന് എന്ത് ചെയ്യണം? 2 മാർക്ക് ലഭിക്കും. അതുപോലെ മറ്റേതിനും 2 മാർക്ക്, മൊത്തം 4 മാർക്ക് ലഭിക്കും. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ആ ഇരുത്തത്തിൽ തുമഇനീനത്ത് ഉണ്ടായിരിക്കണം. അനക്കം അടങ്ങുക എന്ന് പറയും. ഇതിൽ പറയുന്നുണ്ടോ അറിയില്ല. ഉണ്ട് പറയുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇവിടെ പറയാം. 8 അത്തഹിയാത്ത് ഓതേണ്ട രൂപമൊക്കെ അറിയുണ്ടാവും. അത് കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. കാരണം ഉറക്കെ ഒതുക്കുന്നത് കൊണ്ട് തന്നെ ഉസ്താദ്മാർക്ക് കേൾക്കണം, ഇല്ലെങ്കിൽ മാർക്ക് ലഭിക്കില്ല. അതിലെ ഇരുത്തം, അത്തഹിയാത്തിലെ ഇരുത്തം. അത്തഹിയാത്തിന് ഇരിക്കുമ്പോൾ അവസാനത്തെ അത്തഹിയാത്തിന് ഏത് ഇരുത്തം അറിയില്ലേ? തവറുക്കിൻ്റെ ഇരുത്താണ്. തവറുക്കിൻ്റെ ഇരുത്തം എന്ന് പറഞ്ഞാൽ ഇടത്തെ കാലം എന്ത് ചെയ്യണം? വലത്തെ കാലിൻ്റെ താഴേക്ക് വരുന്ന രീതിയിൽ ഇരിക്കണം. അപ്പോൾ നമ്മൾ ഇരിക്കുന്ന ചന്തി എന്ത് ചെയ്യണം? നിലത്ത് വരുന്ന രീതിയിലാണ് ഇരിക്കേണ്ടത് കേട്ടോ. ഇനി ആ ഇരുത്തത്തിൽ അങ്ങനെ ഒരു ഇരുത്താണ് വരുന്നത്. അത്തഹിയാത്തിന് ആകെ ഒറ്റ ഇരുത്തലുള്ളൂ. ആകെ ഒറ്റ അത്തഹിയാത്തുമാണ് 2 റക്അത്തിലുള്ളത്. അപ്പോൾ അതിന് 4 മാർക്കാണ്. ആ 4 മാർക്ക് നിങ്ങൾക്ക് ലഭിക്കും നേരെ ഇരുന്നിട്ടുണ്ടെങ്കിൽ കേട്ടോ. ആ ഇരുത്തം നന്നായി ശ്രദ്ധിക്കണം. അതുപോലെ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ആ വിരലുകളുടെ പള്ള എന്ത് ചെയ്യണം? നിലത്ത് തന്നെ ഉണ്ടായിരിക്കണം, കാലിൻ്റെ. ഇനി അടുത്തത് പറയാൻ പോകുന്നത് 9ാമത്തത് ഫർളുകളിൽ അടങ്ങി താമസിക്കൽ. ഇതിനാണ് തുമഇനീനത്ത് എന്ന് പറയാം. അനക്കം അടങ്ങുക എന്നാണ് ഉദ്ദേശം. അപ്പോൾ നമ്മൾ അനക്കം അടങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ പ്രവർത്തനം ചെയ്യുന്നുണ്ടല്ലോ, റുക്കൂ ചെയ്യുന്നുണ്ട്, സുജൂദ് ചെയ്യുന്നുണ്ട്. ഇതൊന്നും ഒരു ഗ്യാപ്പ് വിടാതെ ചെയ്യാൻ പാടില്ല. എല്ലാത്തിനും ഒരു ഗ്യാപ്പ് വിടണം. അതായത് ഇപ്പോൾ റുക്കൂ ചെയ്ത ശേഷം കുറച്ച് നേരം എന്ത് ചെയ്യണം? അനങ്ങാതെ അടുത്ത ദിക്റുകളൊക്കെ ചൊല്ലി പിന്നെ ഇത്തിദാൽ ചെയ്തിട്ടും കുറച്ച് നേരം അനങ്ങാതെ നിൽക്കണം.
അതിനാണ് തുമഇനീനത്ത് എന്ന് പറയാം. അത് റുക്കോയിലും അതുപോലെ എഴുത്തിദാല്, സുജൂദയിലെ ഇരുത്തം, ഇതിലൊക്കെയാണ് തുമഇനീനത്ത് വേണ്ടത്. അപ്പോൾ ഈ പറഞ്ഞ ഭാഗങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, മനക്കം മടങ്ങി തന്നെ എന്ത് ചെയ്യണം, ഇരിക്കണം. എന്നാലേ മാർക്ക് ലഭിക്കുള്ളൂ കേട്ടോ. അത് നോക്കി എത്ര വരുന്നുണ്ട്, ഈ പറഞ്ഞ 10 എണ്ണം വരുന്നുണ്ട്. 10 എണ്ണം. അത് ഈ പറഞ്ഞ മാതിരി റുക്കൂ, എഴുത്തിദാല്, സുജൂദിലെ ഇടയിലെ ഇരുത്തം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ എന്ത് ചെയ്യണം, അനക്കം മടങ്ങണം. അതിന് മൊത്തം 10 മാർക്ക് ലഭിക്കും ഓരോന്നിനും വീതം കേട്ടോ. 2 റക്അത്തും കൂടെ കൂട്ടിയിട്ടാണ്. പിന്നെ 10ാമത്തത് സലാം വീട്ടലാണ്. അവസാനം സലാം വീട്ടുക. സലാം വീട്ടുമ്പോൾ 1-ാം സലാം വീട്ടൽ ഫറളാണല്ലോ, 2-ാം സലാം വീട്ടൽ സുന്നത്തുമാണ്. അപ്പോൾ ഇവിടെ 2 സലാം ഉണ്ടെങ്കിലും അതിൽ ഒരു സലാമിന് 1 മാർക്കും മറ്റേ സലാമിന് 1 മാർക്കും, അങ്ങനെ 2 മാർക്കാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ 2 മാർക്ക് ലഭിക്കണമെന്നുണ്ടെങ്കിൽ 2 സലാം വീട്ടിയിരിക്കണം. വലത്തെ ഭാഗത്തേക്കും രണ്ടാമത്തത് ഇടത്തെ ഭാഗത്തേക്കും തലതിരിക്കുമ്പോൾ അസ്സലാമു അലൈക്കും എന്നെന്ത് ചെയ്യണം, പറയണം. കൂടെ വറഹ്മത്തുള്ള എന്ന് പറയലും സുന്നത്താണ്. അതിന് പ്രത്യേക മാർക്കും ഉണ്ടാവും കേട്ടോ. എന്നാലും ഇത് എന്ത് ചെയ്യുള്ളൂ, അതിന് സുന്നത്തായിട്ട് പരിഗണിക്കുള്ളൂ. അതായത് സുന്നത്തിൻ്റെ മാർക്കോട് കൂട്ടിയിട്ടായിരിക്കും ഇതുണ്ടാവുക. ഇനി ഇവിടെ ഒരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്. നിസ്കാരത്തിൻ്റെ ക്രമങ്ങൾ പാലിച്ചവർക്കേ മാർക്ക് പരിഗണിക്കേണ്ടതുള്ളൂ. അങ്ങനെയുണ്ട്. ഈ പറഞ്ഞ പ്രകാരം ആ ഓർഡറിൽ വന്ന ആളുകൾക്ക് മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ പറഞ്ഞ മാർക്ക് കൊടുക്കേണ്ടതുള്ളൂ. മുത്തലക്കായ സുന്നത്ത് നിസ്കാരമാണ്. നിയ്യത്ത് ഉസ്താദുമാർ പറഞ്ഞു കൊടുക്കുക. നിയ്യത്ത് എന്ത് ചെയ്യും, ഉസ്താദുമാർ പറഞ്ഞു തരും. നിങ്ങളെന്ത് ചെയ്യണം, ആ രൂപത്തിൽ നിയ്യത്ത് ചെയ്ത് അത് നിസ്കരിക്കുക. ഉസ്താദുമാർ നിയ്യത്ത് പറയുമ്പോൾ പറ്റുമെങ്കിൽ ഒന്ന് എഴുതി വെക്കുക. അപ്പോഴും കുറേ കുട്ടികൾ കളിച്ചിട്ടുണ്ടാവും. എല്ലാത്തിലും ഉണ്ടാവില്ല അങ്ങനെ. ഏത് സമയത്താണെങ്കിലും കളി പ്രധാനമാണ്. ഇനിയിപ്പോൾ പരീക്ഷയാണെങ്കിലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ പറഞ്ഞു തരുമ്പോൾ എന്ത് ചെയ്യുക, ആവർത്തിച്ചെന്ത് ചെയ്യുക, ചൊല്ലി നോക്കുകയോ പറഞ്ഞു നോക്കുകയോ ചെയ്യുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടൊന്ന് എന്ത് ചെയ്യുക, നീയത്ത് എങ്ങനെ അങ്ങനെ തന്നെ അല്ലേ ചോദിച്ചിട്ട് കുട്ടികളോട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ചോദിച്ചു നോക്കുക. എന്നിട്ട് ആ നീയത്തിൽ തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ ഈ പറഞ്ഞ പ്രകാരം ചെയ്തെടുക്കുക. ഇൻഷാ അല്ലാഹ് പരീക്ഷകളൊക്കെ നല്ല ഉഷാറായി നടക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.